അമ്മയോ അച്ഛനോ വഴക്ക് പറഞ്ഞാൽ കുട്ടികൾ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും തണൽ തേടുന്ന കാലം പോയി. മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കുട്ടികൾ, പ്രത്യേകിച്ച് ടീനേജ് പ്രായക്കാർ, മാനസിക പ്രയാസത്തിന്റെ കെട്ടഴിക്കുന്നത് നിർമ്മിത ബുദ്ധിക്ക് മുമ്പിലാണ്. അവിടെ നിന്ന് കിട്ടുന്ന യാന്ത്രിക ഉപദേശമാണ് അവരുടെ വഴികാട്ടി. രക്ഷിതാക്കൾ മാത്രമല്ല, മുതിർന്നവരും അധ്യാപകരുമെല്ലാം ഔട്ട്. മനപ്രയാസമുണ്ടാകുമ്പോൾ വൈകാരിക പിന്തുണയ്ക്കായി കൗമാരക്കാർ AI ടൂളുകളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന സർവേ പുറത്തു വന്നിരിക്കുകയാണ്. 13 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള 88% കുട്ടികളുടെയും സ്ഥിതി അതാണെന്ന് യൂത്ത് കി ആവാസ്, യൂത്ത് ലീഡേഴ്സ് ഫോർ ആക്റ്റീവ് സിറ്റിസൺഷിപ്പ് എന്നീ സംഘടനകളുടെ സംയുക്ത സർവേ കണ്ടെത്തി. രാജ്യവ്യാപകമായി 35 വയസ്സിന് താഴെയുള്ള തിരഞ്ഞെടുത്ത 506 പേരിൽ നിന്നാണ് ജൂണിൽ വിവരങ്ങൾ ശേഖരിച്ചത്. സമ്മർദ്ദത്തിലാകുമ്പോഴും ഏകാന്തത അനുഭവപ്പെടുമ്പോഴും ഉപദേശം ആവശ്യമുള്ളപ്പോഴും യുവജനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു. വൈകാരിക പിന്തുണ ഇത്തരത്തിൽ തേടുന്നവരിൽ പെൺകുട്ടികളും കുറവല്ല. മറ്റുള്ളവരോട് പറയാത്ത കാര്യങ്ങളാണ് പരിഹാരം തേടി ഇവർ AI-യുമായി പങ്കുവയ്ക്കുന്നത്. 2/3 AI ഉപയോക്താക്കളും സാമൂഹിക ഒറ്റപ്പെടലിനെ കുറിച്ച് ആശങ്കാകുലരാണ്. വൈകാരിക പിന്തുണയ്ക്കായി ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്നത് ChatGPT-യാണ്. ഗൂഗിൾ ജെമിനി, ഇൻസ്റ്റഗ്രാം AI ഫീച്ചേഴ്സ്, ഗ്രോക്ക്, ഡീപ്സീക്ക് തുടങ്ങിയ AI ടൂളുകളാണ് തൊട്ടുപിന്നിൽ. അമ്മയും അപ്പൂപ്പനുമൊന്നും ചിത്രത്തിലില്ല. എന്തു തോന്നുന്നു കേട്ടിട്ട്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക.